ഹായ് ഗൈസ്. സോ നമ്മൾ ഇതുവരെ ലൈക്ക് ഫോർ ലൂപ്പ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, ഫോർ ഓഫ് ലൂപ്പ് നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ് ഫോർ ഇൻ ലൂപ്പ്. ഇത് മെയിൻലി ഒബ്ജക്ട്സിലൂടെ ലൂപ്പ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല പ്ലേസ് നമുക്ക് ഇത് തന്നെയാണ്, നമ്മുടെ പ്രിൻറ്റ് ലോഗ് എഫ് എൻ ഫംഗ്ഷനുള്ളിൽ തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളിവിടെ ഫോർ ഓഫ് ലൂപ്പ് എഴുതുന്നുണ്ട് അല്ലേ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോഗ് എൻട്രി ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് കിട്ടുന്നത് നമ്മൾ. ഓക്കെ, എന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ വാല്യൂസ് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും. സോ നമുക്കിതൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോവുക, എന്നിട്ട് നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ച ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഒബ്ജക്റ്റ് റാൻഡമായിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് ലാസ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവൻ്റാണ്, ഫൈനൽ മോഷൻ ഹെൽത്ത്, ഫൈനൽ പ്ലെയർ ഹെൽത്ത്, ടാർഗറ്റ്, വാല്യൂ, ഇതെല്ലാം അതിൻ്റെ കീ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതെല്ലാം കീ വാല്യൂ പേയേഴ്സ് ആയിട്ടുള്ളതാണ്, ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ലൂപ്സിൻ്റെ ഉള്ളിൽ ലൂപ്സ് ചെയ്യാനൊക്കെ പറ്റുമോ എന്നുള്ളത്. ശരിക്കും നമുക്ക് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ഫോർ ലൂപ്പ് എഴുതാം, ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ഫോർ ഓഫ് ലൂപ്പ് എഴുതാം, പിന്നെ ഫോർ ഓഫിൻ്റെ ഉള്ളിൽ ഫോറിന് എഴുതാം, പിന്നെ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇഫ് എഴുതാം, ഇഫിൻ്റെ ഉള്ളിൽ ലൂപ്പും എഴുതാൻ പറ്റും. സോ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, എല്ലാം പോസിബിളാണ്. സോ നിങ്ങളുടെ ലോജിക് അനുസരിച്ചിട്ട് സ്ട്രക്ചേഴ്സും മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ ബാറ്റിൽ ലോഗ് അറയിലെ ഓരോ ലോഗ് എൻട്രിയും നമുക്ക് ഐറ്ററേറ്റ് ചെയ്യണം, ഓരോ ലോഗ് എൻട്രിയിലെ എല്ലാ കീ വാല്യൂ പേയേഴ്സും നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പുറത്ത് നമ്മളിവിടെ ഫോർ ഓഫ് എഴുതിയിട്ടുണ്ട്. സോ ഫോർ ഓഫ് എന്ന് പറയുമ്പോൾ ഈ അറയുടെ ഓരോ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഓരോ ഒബ്ജക്റ്റിലെയും കീ വാല്യൂ പെയർ നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഫോറിൻ ലൂപ്പ് എഴുതാം. ഇതിൻ്റെ ഉള്ളിൽ ഈ ഫോർ ഓഫിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോറിൻ ലൂപ്പ് എഴുതാൻ പറ്റും. സോ ആദ്യം നമ്മുടെ ഔട്ടർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ JS നമ്മൾ ഫോർ ഓഫ് എഴുതിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇവിടെ നമുക്ക് ലോഗ് എൻട്രി നമ്മൾ എഴുതിയിരിക്കുന്നത് ലോഗ് എൻട്രി അറയിൽ ഓരോ എലമെൻ്റ് ആണ്, ഓരോ ഐറ്ററേഷനിലും പുതിയ കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. സോ ഈ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത് സേഫ് ആണ്, ബിക്കോസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു ആക്ച്വലി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഇന്നർ ലൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഇന്നർ ലൂപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മൾ കൺസോൾ ലോഗ് തൽക്കാലം എടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് ഞാനിവിടെ എഴുതാണ് ഫോർ കോൺസ്റ്റ് കീ ഇൻ ലോഗ് എൻട്രി. ഓക്കെ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ കീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടി നെയിമാണ്. ഒരു എക്സാമ്പിൾ നമ്മുടെ കേസിൽ പറഞ്ഞാൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവൻ്റ്, ഫൈനൽ മോൺസ്റ്റർ ഹെൽത്ത്, വാല്യൂ, ടാർഗറ്റ്, ഇതെല്ലാം കീസാണ്. അതായത് അറേക്ക് മാത്രമല്ല ഒബ്ജക്ട്സിലേക്കും ഇത് അറേക്ക് ഉള്ളതല്ല, ഒബ്ജക്ട്സിനുള്ള വർക്ക് ചെയ്യാനുള്ള ലൂപ്പാണ് ആക്ച്വലി ഫോറിൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം എന്ത് കിട്ടുമെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മളിവിടെ തൽക്കാലം കൺസോൾ ലോഗ് ചെയ്താൽ console.log ഓഫ് കീ എന്നും പറഞ്ഞിരിക്കും കഴിഞ്ഞാൽ ഓക്കെ, എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക, എന്നിട്ടൊന്ന് ബ്രൗസർ റീലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു അറ്റാക്ക് മാത്രം നടത്തിയിട്ട് ലോഗ് പ്രിൻറ്റ് ചെയ്യാണ്. സോ ഒരു അറ്റാക്ക് നടത്തുമ്പോൾ ബേസിക്കുമ്പോൾ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ അറ്റാക്ക് ചെയ്താൽ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻറ്റ് ചെയ്യുന്നത്, 2 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുന്നത്. സോ ബേസിക് നമുക്ക് കീ മാത്രം എടുത്ത് കഴിഞ്ഞാൽ ഇതിലെ ഓക്കെ ഇവിടെ ഔട്ടർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാം കാണിക്കുന്നത്. ഇവിടെ കീ മാത്രം എടുക്കണമെന്ന് പറഞ്ഞാൽ ഇവൻ്റ്, വാല്യൂ, ഫൈനൽ മോൺസ്റ്റർ ഹെൽത്ത്, പ്ലെയർ ഹെൽത്ത്, ടാർഗറ്റ്. ഓക്കെ, സോ ഇതെല്ലാം പ്രോപ്പർട്ടി നെയിംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്യണമെന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കീ കിട്ടി, ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ ഇവിടെ പ്ലെയർ അറ്റാക്കാണ്. ഈ പ്ലെയർ അറ്റാക്ക് നമുക്ക് യൂസ് ചെയ്യണം. സോ നിങ്ങൾ വിചാരിക്കേണ്ടത് നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇവിടെ ലോഗ് എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട്, നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ട്, ഡോട്ട് കീ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇത് വർക്ക് ചെയ്യില്ല, കാരണം ജാവാസ്ക്രിപ്റ്റ് നോക്കുന്നത് കീ എന്ന പ്രോപ്പർട്ടി തന്നെയാണ് ഈ ഒബ്ജക്റ്റിൽ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീ എന്നുള്ള പ്രോപ്പർട്ടി തന്നെ ഇല്ല. ഓക്കെ, കീ ആക്ച്വലി ഒരു വേരിയബിൾ പോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതേ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. കീയുടെ വാല്യൂ എപ്പോഴും സ്ട്രിങ് ആണ് വരുന്നത്, സ്ട്രിങ് ആയിട്ട് നമുക്ക് കിട്ടുക ഇവിടെ മോസ്റ്റ്ലി. സോ ഇത് നമുക്ക് പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റും വെച്ചാൽ കീ എന്നില്ല, കാരണം ഇതെന്താ ചെക്ക് വെച്ചാൽ ലോഗ് എൻട്രി ഡോട്ട് കീ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യും. സോ ആ പ്രോപ്പർട്ടി ഇല്ലാത്തതുകൊണ്ട് അൺഡിഫൈൻഡ് വരും. സോ ഇതിനെ കറക്റ്റ് വേ എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ സിമ്പിളാണ്. ലോഗ് എൻട്രി എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതിൻ്റെ ഉള്ളിൽ കീ എഴുതാം.
ഓക്കെ, ഡൈനാമിക് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഈസി ആക്ച്വലി. ഓക്കെ, സോ കീ എന്ന വേരിയബിളിലുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സോ അത് ഇവൻ്റ് ആണ് ഇവിടെ. ഓക്കെ, സോ ലോഗ് എൻട്രി ഒബ്ജക്റ്റിൻ്റെ എനിക്ക് ഈ കീ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ ലോഗ് എൻട്രി സ്ക്വയർ ബ്രാക്കറ്റ് ഈ ഇവൻ്റ്, ഈ കീ നമ്മൾ പാസ് ചെയ്ത ഇവൻ്റ് ആണ് ഫസ്റ്റ്. ആ ഇവൻ്റ് ഇവിടെ പാസ് ചെയ്യുക. ഈ കീ എന്ന് പറഞ്ഞാൽ വാല്യൂവിൽ വരുന്ന ഇവൻ്റ് ആണ്. അത് പാസ് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിംഗ്ലി നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞു കീ എന്ന വേരിയബിളിലുള്ള വാല്യൂ ബേസിക്കലി അത് ഇവൻ്റ് ആണ്. അത് സ്ട്രിങ് ആയിട്ട് വരും, സ്ട്രിങ്ങിലാണ് ഇവൻ്റ് ആണ്. സോ ജാവാസ്ക്രിപ്റ്റ് ഡൈനാമിക്കലി പ്രോപ്പർട്ടി ആക്സസ് ചെയ്യും. സ്ക്വയർ ബ്രാക്കറ്റ് നൊട്ടേഷൻ ആണ് അതിന് കറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ റീഡബിൾ ഔട്ട്പുട്ടിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്ട്രിങ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി റീഡബിൾ ആക്കി മാറ്റാം നമ്മുടെ കോഡ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൽക്കാലം ഈ കൺസോൾ ലോഗ് എടുത്ത് മാറ്റിയിട്ട് console.log എഴുതി. എന്നിട്ട് നമുക്ക് റൂളർ ഓഫ് കീ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇനി അതിൻ്റെ വാല്യൂ നമുക്ക് കാണണം. ഈ കീയുടെ വാല്യൂ എന്താണെന്നുള്ളത് സിമ്പിളാണ്. ഡോളർ ഇവിടെ ലോഗ് എൻട്രി ഓഫ് കീ, ഇതാണ് അതിൻ്റെ വാല്യൂ. സെയിം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ ഐറ്ററേഷനും ഇടാം ഇവിടെ. console.log of hash let one ഇവിടെ i++ കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് റീലോഡ് ചെയ്യാം ഇത് കൊടുത്തിട്ട്. സോ ബേസിക്കലി ഞാനിവിടെ ഒരു അറ്റാക്ക് മാത്രം നടത്തി എന്നിട്ട് ഷോ ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ വാല്യൂ കിട്ടി. സോ ഇവിടെ നമ്മുടെ അറ്റാക്ക് ഇവിടെ 2 എന്ന് എഴുതിയത് മോഷൻ അറ്റാക്ക്. സോ അതുകൊണ്ടാണ് ഇവിടെ അത് വന്നത്. പിന്നെ ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്ത് എടുക്കുന്നു. ഓക്കെ, സോ ഇനി ഔട്ടർ ലിപ്പിൽ നമ്മൾ ഇൻഡെക്സ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തത് ആക്ച്വലി ഈ 1 2 ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 1 2 എന്നൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഡെക്സ് ഒരു ഐ കൊടുത്തിട്ട് അതിനെ ഞാനിവിടെ ഐറ്ററേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലോഗ് എൻട്രി നമ്പർ ക്ലിയർലി ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ ഐ വെച്ച് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഫുൾ ഔട്ട്പുട്ട് റീഡബിൾ ആയിട്ട് മാറി. നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഫുൾ റീഡ് ഫസ്റ്റ് ലോഗ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇവൻറ്റിൻ്റെ പ്ലെയർ അറ്റാക്കാണ്, ഈ വാല്യൂ കൊണ്ട് ഇത് ഇത്ര വാല്യൂ ഉണ്ട്, ടാർഗറ്റ് മോൺസ്റ്റർ ആണെന്ന് മനസ്സിലായി. പിന്നെ സെക്കൻഡ് വാല്യൂവിൽ നമ്മൾ മോൺസ്റ്ററാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഇവൻ്റെ മോൺസ്റ്റർ അറ്റാക്കാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ടാർഗറ്റ് പ്ലെയർ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഫോർ ഇൻ ലൂപ്പ്. അത് ബേസിക്കലി ഒബ്ജക്ട്സിൻ്റെ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ ഓഫ് നമ്മൾ പറഞ്ഞു അറയിലൂടെ ലൂപ്പ് ചെയ്യുന്നത്, ഫോർ ഇൻ ഒബ്ജക്ട്സിലൂടെ ലൂപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡൈനാമിക് പ്രോപ്പർട്ടി ആയിട്ട് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡൈനാമിക്കലി നമുക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചറിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പ് ഇട്ടിട്ട് നെസ്റ്റഡ് ലൂപ്പായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. സോ ഇത് റിയൽ വേൾഡ് ജാവാസ്ക്രിപ്റ്റിൽ വെരി കോമൺ പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫോറിൻ ലൂപ്പ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ വൈലും ഡു വൈലും കവർ ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ നിർത്താണ്. താങ്ക്സ് എ ലോട്ട്. ബൈ.